ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 91 റിവ്യൂ ആണ്. റിവ്യൂ ഒക്കെ ചെയ്യാനായിട്ട് ഇപ്പോൾ ഭയങ്കര ജാടയാണ്. പണ്ടത്തെ ഞാനൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ എന്നെക്കുറിച്ചിട്ടുള്ള കുറിപ്പുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്നോട് ബഹുമാനം തോന്നും. അമ്മാതിരിയാണ് ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് ആളുകൾ എന്നെക്കുറിച്ചിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്. ഗെയിം ചേഞ്ചറാണ്, PR ആണ്, എന്തൊക്കെ തരം വിശേഷണങ്ങളാണ്. ഈ PR ആണ് എന്നൊക്കെ പറയുന്ന സമയത്ത് സാധാരണ റിവ്യൂവേഴ്സിന് ദേഷ്യമാണ്. ഞാൻ വിചാരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ PR വർക്ക് ചെയ്തിട്ട് ആരെങ്കിലുമൊക്കെ വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് എനിക്കുണ്ട് എന്ന് ആൾക്കാർ വിചാരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതേപോലെ ചില ആൾക്കാർ പറയുന്നു ഞാൻ കാരണമാണ് ചില ആൾക്കാരൊക്കെ പുറത്ത് പോയെന്നുള്ളത്. ഞാൻ അങ്ങനെ നെഗറ്റീവ് പറയുന്നു എന്ന്. അടുത്ത തവണ ഞാൻ വേറൊരു പരിപാടി പിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ PR ചെയ്യുന്നത് മെനക്കെട്ട പരിപാടിയാണ്. ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് മെനക്കെട്ട പരിപാടിയാണ്. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണ്ടേ. ചില ആളുകളുടെയൊക്കെ വർക്ക്, PR എടുത്തിട്ടുള്ള ആൾക്കാരുടെയൊക്കെ വർക്ക് കാണുന്ന സമയത്ത് നമുക്ക് തന്നെ പേടിയായി പോകും. അവരൊക്കെ പണിയെടുത്ത് മരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത തവണ കണ്ടസ്റ്റൻസിന്റെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് വരുന്ന സമയത്ത് തന്നെ ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് നെഗറ്റീവ് പറയാം കേട്ടോ, മര്യാദയ്ക്ക് പൈസ എന്നിട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താൻ പോകണം. അതാവുമ്പോൾ പണിയെടുക്കേണ്ട, കയ്യിൽ നല്ല രീതിയിലുള്ള പൈസ കിട്ടും, ഒന്നും ചെയ്യണ്ട, ചെയ്യാതിരിക്കുന്നതിന് പൈസ കിട്ടും. അങ്ങനെയൊക്കെ മൊത്തത്തിലൊന്ന് ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. സീസൺ 6 എനിക്ക് ഹെവി ലോസ് ആണ്. എനിക്ക് വീഡിയോസിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റിയില്ല. എനിക്ക് അതിനകത്തൊന്ന് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഈ സദാചാരം പരിപാടികൾ, മറ്റേ ചായ, ഹൈജീൻ, ആ പറയുന്ന പരിപാടി നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ കോൺട്രവേഴ്സികളും പിന്നെ മറ്റേ പ്രേമവും പ്രേമനൈരാശ്യവും അങ്ങനത്തെ സാധനമൊക്കെ ആയിരുന്നു. അതും നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പരിപാടിയായി. അടുത്ത തവണ ആരെങ്കിലുമൊക്കെ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, എന്നെ കാണേണ്ടതുപോലെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ കണ്ടിട്ട് ഉള്ളതെല്ലാം അങ്ങോട്ട് വിളിച്ചു പറയും. ഉള്ളതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് മലയാളത്തിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതറിയാം. അതൊക്കെ ആലോചിച്ചിട്ട് മാത്രം ബിഗ് ബോസ് സീസൺ 7 ആൾക്കാർ സ്വപ്നം കണ്ടാൽ മതി. അർജുന് ഞാൻ വോട്ട് പിടിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ കുറിപ്പുകളിലൊക്കെ ഞാൻ കണ്ടിരുന്നു. അറിയാലോ, ഞാൻ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കപ്പ് അർജുൻ ഉറപ്പാവുമെന്ന് ചില ആളുകൾക്ക് ഉറപ്പുണ്ട്. അത് കേട്ടിട്ട് ഞാൻ അങ്ങ് വല്ലാണ്ടായിപ്പോയി. അത്രയൊക്കെ ഇങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ചുമ്മാ മറ്റേ ഗെയിമിൻ്റെ ഒരു പ്രതിഷേധ രീതിയിൽ പറഞ്ഞൊരു സംഗതിയാണ്. ഇപ്പം ഗെയിമായിട്ട് നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിന് കൊടുക്കണം. പക്ഷേ ആൾക്കാർ പറയും ജാസ്മിൻ പേഴ്സണാലിറ്റി മോശമാണെന്നുള്ളത്. എന്നാൽ പേഴ്സണാലിറ്റി നല്ലതായിട്ട് ആർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് ജിൻഡോയെ അഭിഷേകിനെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും കൊടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അർജുന് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം. അത് വേറെ ഒരു രീതിയിലേക്കാക്കി. അത് ഞാൻ നാളെ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള കുറിപ്പുകളൊക്കെ എന്നെക്കുറിച്ചുള്ള ഇഷ്ടമാണ്. മറ്റേ വലിയ ഹെവി സംഭവമൊന്നും അല്ലല്ലോ, ബിഗ് ബോസ് അല്ലേ. ഇനി ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ, നിറക്കൂട്ടുകൾക്കുണ്ട് വല്ലവനും പ്രൊമോഷന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ ഒരു ക്യൂടെക്സ് ഒക്കെ എടുത്ത് നിറക്കൂട്ടുകൾ കൊണ്ട് പ്രണയം വാഴയിലയിൽ എഴുതിയ ജാസ്മിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തുടങ്ങിയത്. ജാസ്മിൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചിട്ട് മാത്രം ലാലേട്ടനാണെങ്കിലും കാണിച്ചാൽ മതി എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെയുള്ള ഒരു സീൻ ആദ്യം കാണിച്ചത്. ഞാനത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേന് വേറെ കുറച്ച് വീഡിയോസ് വരും. ആദ്യം തന്നെ ജാസ്മിന് സ്പേസ് കൊടുത്തു, ലാലേട്ടനെ ഒതുക്കി മാറ്റി നിർത്തി. വിജയത്തിനോടൊപ്പം തന്നെ അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പരാജയം. തൻ്റെ പരാജയ സിനിമകളിലടക്കം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് താൻ പണിയെടുത്തത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ലാലേട്ടൻ ബിഗ് ബോസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകുകയാണ്. വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഇൻട്രൊഡക്ഷൻ നൽകുകയാണ്. അപ്പോൾ ആരോ ഇന്ന് പുറത്തു പോകാൻ വേണ്ടി ഉണ്ട്, അതേപോലെ തന്നെ ഗെയിമൊക്കെ ടൈറ്റ് ആവുന്നുണ്ട്, എവിക്ഷൻ നടപടികളൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനൊക്കെ ആയിരുന്നു. നോറയുടെ തിരിച്ചുവരവ്. ലാസ്റ്റ് വീക്ക് ഒരു എവിക്ഷൻ ഉണ്ടായിരുന്നു, ഇന്നും ഒരു എവിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീക്കിലെ എവിക്ഷനെ കുറിച്ചിട്ട്, ആ ഒരു എവിക്ഷന് ശേഷമുള്ള തിരിച്ചുവരവിനെ കുറിച്ചിട്ടാണ് ലാലേട്ടൻ ആദ്യം തന്നെ ചോദിച്ചത്. നോറ ഇറങ്ങുന്ന സമയത്ത് തിരിച്ച് ഹൗസിലേക്ക് കയറുന്നില്ല, ആരോടും ബൈ പറയുന്നില്ല, അങ്ങനെയൊക്കെ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു രീതിയിലാണ് പോയത്. അവരോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു രീതിയിലാണ് പോയത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ഇറങ്ങാൻ മടിയാണ്, ബാക്കിയുള്ള ആളുകളുടെ മുൻപിൽ കരയാൻ മടിയാണ് എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് നോറ പറയുന്നത്. കണ്ടസ്റ്റൻസും അത്തരത്തിലുള്ള കാര്യങ്ങൾ അകത്ത് വെച്ച് തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. നോറയ്ക്ക് ആരോടും വലിയ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം അവിടെയുണ്ട്. നോറ തിരിച്ചു വന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് കണ്ടസ്റ്റൻസിനോട് ചോദിക്കുകയാണ്. ജാസ്മിന് വലിയ സന്തോഷമോ സങ്കടമോ ഇല്ല, കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ജെനുവിൻ ആയിട്ടുള്ള ആൻസറാണ്. അഭിഷേകിന് നന്ദന വരണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അഭിഷേകിൻ്റെയും സിസ്റ്ററാണ് നന്ദന. അർജുന് വേറെ ആരോ വരുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലായിരുന്നു പാട്ടൊക്കെ കേട്ടതുകൊണ്ട്. സിജു ആദ്യം ഓർത്ത് നന്ദൂട്ടനായിരിക്കും. നന്ദൂട്ടൻ അങ്ങനെ മറ്റേ ആ ഒരു യക്ഷി കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഒരു ടാസ്ക് ഒക്കെ ചെയ്തായിരുന്നല്ലോ. ടാസ്ക് അല്ല, ഒരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്തായിരുന്നല്ലോ. അപ്പോൾ നന്ദൂട്ടനാണെന്ന് ഓർത്തു. നന്ദൂട്ടനല്ല. ഫേക്ക് സിസ്റ്റർ കോംബോ എന്ന് വേണമെങ്കിൽ അതിനെ വിളിച്ചോ. ആർക്കെങ്കിലും ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അത് ഫേക്ക് ആണ് എന്നുള്ളത് പറഞ്ഞാണല്ലോ നമുക്ക് ശീലം. അപ്പോൾ അത് ഫേക്ക് സിസ്റ്റർ കോംബോ എന്ന് വേണമെങ്കിൽ വിളിക്കാം. നോറ പുറത്തു പോയ സമയത്ത് എല്ലാ ആളുകളുടെയും ഒരു വലിയ ഡൗട്ടായിരുന്നു ആ ഒരു ഗോൾഡൻ റാബിറ്റിനെ കൂട്ടിലാക്കുന്ന സമയത്ത് ആ ഒരു കൂടിൻ്റെ നിർമ്മിതിയെക്കുറിച്ചിട്ട്. ആ ഒരു സീക്രട്ട് ലാലേട്ടൻ നോറയോട് ചോദിക്കുകയാണ്. നോറ വലിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ അത് പണിത് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലുമൊക്കെ വന്ന് അത് എടുത്തിട്ട് പോകുന്നു, അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല, ലാലേട്ടൻ മനസ്സിലായില്ല, അതൊരു രഹസ്യമായിട്ട് തന്നെ അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു നോറ ഉദ്ദേശിച്ചത്
എങ്ങനെ വിടുന്നാലും ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകും എന്നുള്ളതായിരിക്കും. അങ്ങനെയൊന്നും ആയിരിക്കില്ല. നോറ വലിയ എന്തോ പ്ലാൻ ഇട്ടിട്ടാണ് അവിടെ പോയി കോൺഫിഡൻ്റ് ആയിട്ട് നിന്നത്. ഏതായാലും ആ ഒരു പ്ലാനൊക്കെ മൊത്തത്തിൽ പാളിപ്പോയി. നോറയ്ക്ക് ആരോടും ഇഷ്ടമില്ലേ എന്നുള്ളൊരു ചോദ്യം കണ്ടസ്റ്റൻസിനോട് ചോദിക്കുകയാണ്. ജാസ്മിനാണ് ആദ്യം മറുപടി പറയുന്നത്. നോറ മറ്റേ കരഞ്ഞിട്ട് പോകാൻ മടിയായതുകൊണ്ട് അങ്ങനെ പറയാതെ പോയി എന്ന് വിചാരിക്കുന്നില്ല. നോറ കരയാത്ത ആൾ വല്ലതും ആണോ? അത് നോറയ്ക്ക് ആരോടും വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. റസ്മിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ ജാസ്മിൻ അവിടെ പറയുന്നുണ്ട്. ലാലേട്ടനും ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്, കരയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട്. ഇനി കരയത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പോയത് എന്ന് നോറ പറയുന്നു. അഭിഷേക് ആ ഒരു സമയത്ത് പറയുന്നത് നോറ വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. ജിൻഡോ പറയുന്നത് നോറയ്ക്ക് ആകെ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളത് ക്യാമറയോട് മാത്രമാണ്. അർജുൻ പറയുന്നു നോറ ലേറ്റ് ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്, ക്യാമറ നോക്കി സംസാരിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗെയിം അല്ലേ, അതിനെയൊക്കെ അർജുൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. നോറയ്ക്ക് കിട്ടിയ ഒരു ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ടായിരുന്നു പിന്നീടുള്ള ചോദ്യം. നോറ ആ ഒരു സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നെഞ്ച് തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ ചെമ്പരത്തിപ്പൂ ആണെന്ന് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊക്കെ ആയിരുന്നു നോറയുടെ ഡൗട്ട്. എന്ത് ചെയ്യാനാണ്, നോറയെ ആർക്കും ഒരു താല്പര്യമില്ല, നോറയ്ക്കും ആരോടും വലിയ താല്പര്യമൊന്നുമില്ല. എവിക്ഷൻ നടപടികളിലൊക്കെ നമ്മൾ കണ്ടതല്ലേ, നോറ വെറുതെ ഒരു ബൈയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. അതും എല്ലാവരും സെൻട്രലിൽ കൂടെ പോകുന്ന സമയത്ത് നോറ വേറെ സൈഡിൽ കൂടെ പോയി. നോറ മൊത്തത്തിലൊരു വെറൈറ്റി ആയിരുന്നു അല്ലേ. നോറ എങ്ങനെ ഇവിടെ നിന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. നോറയുടെ ഒരു ഗെയിം എന്ന് പറയുന്ന ഒരു സാധനം നമുക്കിവിടെ പറയാനുണ്ടായിരുന്നില്ല. നോറയുടെ കുറച്ച് കരച്ചിലും പരിപാടിയൊക്കെ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അല്ല, എന്താണ് നോറയുടെ ഗെയിം? നോറ എപ്പോഴും പറയുന്ന ഒരു സാധനമുണ്ട്, എല്ലാവർക്കും എനിക്കെതിരെ ഗെയിം ഉണ്ട് എന്ന് നോറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ഒരു ഗെയിം നോറയ്ക്കില്ല. സീസൺ 6 ഒരു ക്വാളിറ്റി വളരെ മോശമായതുകൊണ്ടും കണ്ടന്റ് വളരെ മോശമായതുകൊണ്ടും തമ്മിൽ ഭേദം പിടിച്ചു നിന്ന ആൾക്കാരാണ് നോറ. എല്ലാ ആഴ്ചയും മറ്റേ വെറുപ്പിന്റെ വാഹകര് മറ്റേ ക്യാമ്പയിൻ നടത്തുന്നത് കൊണ്ട് മറ്റൊരാളെ അവിടെ നിർത്താനും ഒരാളെ പുറത്താക്കാൻ വേണ്ടി ഇങ്ങനെ ഉള്ള ഒരു ഗെയിമിൽ പെട്ടുപോകുന്ന ആൾക്കാരാണ് ഇവര്. അല്ലാതെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം പണപ്പെട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു ടോക്കാണ്. അത് മസ്റ്റായിട്ട് സംസാരിക്കേണ്ടതാണ്. ഈ ലാസ്റ്റ് വീക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതായിരുന്നു. സായി അത്ര പെട്ടെന്ന് പണപ്പെട്ടി എടുത്ത് പോയതിൽ പല ആളുകൾക്കും അതൃപ്തിയുണ്ട്. ആ ഒരു അതൃപ്തിയൊന്നും അന്ന് അവർ അറിയിച്ചില്ല. ഇപ്പോൾ ഋഷിയൊക്കെ പറയുന്ന ഒരു കാര്യം ന്യായമാണ്. ഇപ്പോൾ സായിയോട് പറയണോ ഞാൻ പെട്ടി എടുക്കണോ വേണ്ടോ എന്നുള്ളത്? സായി അല്ല ഒരു ഗെയിം സ്പിരിറ്റിൽ അതിനെ നോക്കിക്കണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നത് എന്ന് നോക്കിക്കണ്ട് കാത്തിരിക്കേണ്ടത്. അപ്പോൾ പല ആളുകൾക്കുമുള്ള അഭിപ്രായം സായി പെട്ടെന്ന് പുറത്തു പോകാൻ വേണ്ടി ഒരു ഐഡിയ ആയിട്ടാണ് ഈ പണപ്പെട്ടിയെ നോക്കിക്കണ്ടത്. സായി ചോദിച്ചിരുന്നു എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. അഭിഷേക് തുറന്ന് സമ്മതിക്കുന്നുണ്ട്, ഞാൻ വൈൽഡ് കാർഡായിട്ട് വന്നപ്പോൾ തൊട്ട് തന്നെ പെട്ടിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ. ലാലേട്ടൻ ഇപ്പോൾ പറയുന്നുണ്ട് 20 ലക്ഷം വരെ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ഗെയിമായിരുന്നു. ജാസ്മിൻ പറയുന്നു ഇത് ഷോ കാണിക്കാൻ വേണ്ടി, മാസ് കാണിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. അഭിഷേക് പറയുന്നു വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ പെട്ടി ടോക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ആവശ്യക്കാർ എടുക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷെ എന്നിട്ടും സായി എടുത്തു. ജിൻഡോ പറയുന്നത് 50 ലക്ഷം വന്നാലും കപ്പല്ലാതെ ജിൻഡോയ്ക്ക് ഒന്നും വേണ്ട എന്നുള്ളതാണ്. ശ്രീതു പറയുന്നത് സായി ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു, എല്ലാവരോടും ചോദിച്ചിരുന്നു, ആരും വേണമെന്ന് പറഞ്ഞിരുന്നില്ല. അർജുൻ പറയുന്നത് സായി എങ്ങനെയും പോകണമെന്ന് പറഞ്ഞിരുന്നു, സോ പോവാൻ വേണ്ടി ചെയ്തതാണ്. ഋഷി പറയുന്നത് സായി സെൽഫിഷ് ആയിട്ട് അങ്ങനെ ഒരു ഗെയിം കളിച്ചു, സായിയുടെ കാല് പിടിക്കാനൊന്നും പറ്റില്ലല്ലോ, അത് ന്യായമാണ്. പക്ഷേ ന്യായം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ, സായി കൊണ്ടുപോയി, കാശ് പോയി, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ശരിയാണല്ലേ, ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? സിജോ പറയുന്നത് സായി കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്, ഈ പണപ്പെട്ടി എടുക്കുന്ന ആളെ ഓർത്തിരിക്കും. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ന്യൂസ് ആവാൻ വേണ്ടി സായി അങ്ങനെ ചെയ്തതായിരിക്കാം. CID രാംദാസും ലാലേട്ടനും കൂടെ പിന്നീട് വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, അവർക്ക് ഇതൊക്കെ അറിയായിരുന്നു എന്നൊക്കെ. എന്തിനാണ് അത് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുകയാണ്. അവർക്ക് ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു പോലും സായി പെട്ടി എടുക്കും എന്നുള്ളത്. അത് കൊള്ളാം, അതെന്തിനാണ് നമ്മളോട് പറയണത്? ഇതിനു മുൻപ് ജാസ്മിൻ എന്താണ് വിചാരിച്ചത് എന്നുള്ളത് ലാലേട്ടന് മനസ്സിലായി. അപ്പം ജാസ്മിൻ ഒരു ക്യൂട്ട്നെസ് സ്മൈലൊക്കെ ഇട്ടു. അത് കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ആഡ് ചെയ്യാം. ഇതിന് ശേഷമാണ് പെട്ടെന്ന് കണ്ടസ്റ്റൻസിന് തോന്നിയത്, അയ്യോ സായി അങ്ങനെ പെട്ടിയെടുത്തോണ്ട് പോയത് ശരിയായില്ലല്ലോ. പിന്നെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് സായിയെ വിമർശിക്കുന്ന നടപടികളാണ് നമ്മൾ കണ്ടത്. അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെന്ന് പറയണോ? ഇല്ല, അയാളാണ് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത്. അങ്ങനെയാണോ? അയാൾ കണ്ടറിഞ്ഞിപ്പോൾ ചെയ്തില്ലല്ലോ, പോയി. എഗെയിൻ പറയുന്നു പൈസ പോയി. ഇതിന് ശേഷം കഴിഞ്ഞ ആഴ്ച പ്രതിബിംബം നോക്കി സംസാരിക്കുന്ന ഒരു ചെറിയ ആക്ടിവിറ്റി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു വിശകലനമാണ്, അതിൻ്റെ ഒരു അവലോകനമാണ്. അപ്പോൾ ആദ്യം തന്നെ ജിൻഡോയാണ് എഴുന്നേൽക്കുന്നത്. ജിൻഡോയുടെ ആ ഒരു സെയിം കഥ പറച്ചിൽ നിർത്തിയിട്ട് പോടെ, എന്തൊരു റിപ്പീറ്റേഷൻ ഗെയിമാണ് ജിൻഡോ. എൻ്റെ പൊന്നോ, എനിക്ക് ജിൻഡോയെ സഹിക്കാൻ വരുന്നില്ല. ഓവറാക്കൽ എന്ന് പറഞ്ഞാൽ ഓവറാക്കൽ. അതേപോലെ തന്നെ നോറയുടെ അപ്പുറത്തെ കഥ പറച്ചിൽ, ഞാനന്ന് വീക്കെൻഡിൽ പുറത്തേക്ക് പോയി, എന്നെ പുറത്താക്കി, സഹിക്കുമോ മാലോകരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ടല്ലോ. ഞാൻ മോശം വാക്കുകൾ ഉപയോഗിച്ചു, പിന്നീട് ഞാൻ വലിയ മാറ്റത്തിന് വിധേയപ്പെട്ടു, ഞാൻ വേറെ ആളെ, എന്തൊരു കഥയാണ്. ആ കഥ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്.
ഒരു മാറ്റമില്ലാതെ ആ ഒരു കഥ തന്നെ പറയുന്നു. ഋഷിക്ക് ആ ഒരു ടാസ്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ ഒരു പ്രതിബിംബത്തോട് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റി. ജാസ്മിൻ നല്ലത് മോശവുമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞിരുന്നു. കളിച്ചിരികൾ പോയി മറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നു. അതിനുശേഷം വീഡിയോ കാണിക്കുകയാണ് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ. കണ്ടസ്റ്റൻസിൽ പല ആളുകളും അപ്പോഴാണ് അതൊക്കെ കാണുന്നത്. അർജുൻ ഡേ ഡ്രീം ചെയ്ത ഒരു കാര്യമാണ് ബിഗ് ബോസ്. അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ബെറ്റർ ഹ്യൂമൻ ആയിട്ട് മാറാൻ പറ്റിയിട്ടുണ്ട്. ആങ്കർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കുറച്ച് ഒരു പ്രോഗ്രസ് കിട്ടി. സംസാരിക്കാനായിട്ട് നല്ല രീതിയിൽ ഇടപെടാനായിട്ട് പഠിച്ചു. ശ്രീധുവിന് കോൺഫിഡൻസ് കൂടി. ഇവിടെ വരെ എത്തില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് മുൻപിൽ ക്യൂട്ടായി കോൺഫിഡൻ്റ് ആയിട്ട് ശ്രീധു എത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീധുവിന് സൗന്ദര്യം ഒരു ബാധ്യതയാണ് കേട്ടോ. ഗെയിമേഴ്സിന് സൗന്ദര്യം ഇങ്ങനെ കൊടുക്കില്ല ദൈവമേ. കാരണം സൗന്ദര്യം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ക്യൂട്ട്നെസ് എന്നുള്ളത്. ശരിയാണ്, ചില സമയങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ചു, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരാൾ ചിരിക്കുന്ന സമയത്ത് നമുക്കത് ക്യൂട്ടായിട്ട് തോന്നും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഗെയിമിലാകുന്ന സമയത്ത് ക്യൂട്ട്നെസ് ഇട്ടേ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് യോജിക്കുന്ന ആൾക്കാർ ഇട്ടാലേ ക്യൂട്ടാവത്തുള്ളൂ. പക്ഷേ ജിൻഡോ ഏറ്റവും കൂടുതൽ ക്യൂട്ട്നെസ് ഇടുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ജിൻഡോ ഇന്ന് എന്ത് ക്യൂട്ട്നെസ് വാരി വിതറിയത്? അയ്യോ ലാലിട്ടോ അങ്ങനെ ചെയ്യില്ല ലാലിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ക്യൂട്ട്നെസ് ആണ് വാരി വിതറിയത്. പക്ഷേ നിങ്ങൾക്ക് ജിൻഡോ ക്യൂട്ട്നെസ് വാരി വിതറിയതായിട്ട് തോന്നത്തില്ല. എനിക്ക് ജിൻഡോ എൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ സുന്ദരനായതുകൊണ്ട് ജിൻഡോ ക്യൂട്ട്നെസ് വാരി വിതറിയതായിട്ട് തോന്നി. നോറയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് വിചാരിച്ചതാണ്. ബിഗ് ബോസിലേക്ക് വന്ന സമയത്ത് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റി. സുജോ പറയുന്നത് സുജോയ്ക്ക് ക്ഷമ കൂടി, പ്രതിസന്ധികൾ തരണം ചെയ്യാനായിട്ട് കൂടുതൽ പഠിച്ചു. അഭിഷേക് പറയുന്നു അദ്ദേഹത്തിന് ഒരു റിയലൈസേഷൻ ഉണ്ടായി. താൻ പുറത്ത് ഫേസ് ചെയ്ത കാര്യങ്ങളിലൊക്കെ എത്രയോ ചെറുതാണിത്. അപ്പം അങ്ങനെ ഒരു റിയലൈസേഷൻ അദ്ദേഹത്തിന് ഉണ്ടായി. ഇതിനുശേഷം കണ്ടസ്റ്റൻസിന് ഒരു മാർക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. അവരുടെ ഓരോ ക്വാളിറ്റികൾക്കനുസരിച്ചിട്ട് വേണം മാർക്ക് കൊടുക്കാനായിട്ട്. ജാസ്മിൻ അർജുനാണ് മാർക്ക് കൊടുക്കുന്നത്. വിനോദത്തിന് ഒരു 80 മാർക്ക് അർജുന് കൊടുക്കുന്നുണ്ട്. മത്സരബുദ്ധിക്ക് 60 കൊടുക്കുന്നുള്ളൂ. കാഴ്ചപ്പാടിന് 50 കൊടുക്കുന്നുണ്ട്. ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് 70 കൊടുക്കുന്നുണ്ട്. അതിജീവനത്തിന് 100 കൊടുക്കുന്നുണ്ട്. അതിജീവനം ഉണ്ടെങ്കിലല്ലേ ഇത്രയും ദിവസം നിൽക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും നല്ല മാർക്കുണ്ട്. ജിൻഡോ ജാസ്മിനെയാണ് എടുക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു എതിരാളിയായിട്ട് ജാസ്മിനെ ജിൻഡോ കരുതുന്നുണ്ട്. മത്സരബുദ്ധിക്ക് 80 കൊടുക്കും. കാഴ്ചപ്പാടിന് 60 കൊടുക്കൂ. വിനോദത്തിന് 50 കൊടുക്കൂ. വളരെ ശോകമാണ് എന്ന് പറയുന്നു. ലീഡർഷിപ്പ് വിട്ടുകൊടുക്കില്ല, മുയലിന് 3 കൊമ്പുണ്ട്, ആ ഒരു സ്വഭാവമൊക്കെ ആയതുകൊണ്ട് 40 കൊടുക്കുള്ളൂ. അതിജീവനത്തിന് 90. വായിലെ നാക്ക് കൊണ്ട് എവിടെ വേണമെങ്കിലും പിടിച്ചു നിൽക്കും. ശ്രീധു സിജോയാണ് എടുക്കുന്നത്. മത്സരബുദ്ധി 95, കാഴ്ചപ്പാട് ഓപ്പണായിട്ട് ഇപ്പോൾ പറയുന്നില്ല, മുന്നേയൊക്കെ പറയുമായിരുന്നു, 85. ഇപ്പോൾ ഇത്തിരി സേഫ് ഗെയിം ആണല്ലോ, അതാണ്. വിനോദം 97, ലീഡർഷിപ്പ് സിജോയ്ക്ക് താല്പര്യമില്ല, 51. സിജോയ്ക്ക് അങ്ങനെ ലീഡർഷിപ്പിന് താല്പര്യമില്ല എന്നുള്ളത് നമുക്കറിയാം. പവർ റൂമിലൊക്കെ കയറാനും പുള്ളിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. സർവൈവിൽ 100. ഋഷി അഭിഷേകിനെയാണ് എടുക്കുന്നത്. മത്സരബുദ്ധി 80 കൊടുക്കുന്നുണ്ട്. കാഴ്ചപ്പാട് 87, വിനോദം 70, പടകപ്പാടും അതുകൊണ്ടാണ് 70, ലീഡർഷിപ്പ് 55. സോളോ ആയിട്ട് പോകുന്നതാണ് ഇഷ്ടം, വേറെ ആൾക്കാരെ ലീഡ് ചെയ്യാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. സർവൈവൽ 90. അർജുൻ ശ്രീധുവിനെയാണ് എടുക്കുന്നത്. മത്സരബുദ്ധി 50, കാഴ്ചപ്പാട് 90, വിനോദം 95. വിനോദം 95 എന്നൊക്കെ കേട്ട സമയത്ത് ഞാനും ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴത്തേന് അർജുൻ പറയാം എനിക്ക് വിനോദം. അത് കഴിഞ്ഞ് പിന്നെ അർജുൻ തിരുത്തിയിട്ട് അല്ല എല്ലാവർക്കും വിനോദം, ഏതായാലും ആർക്കെങ്കിലുമൊക്കെ വിനോദം ഉണ്ടല്ലോ. 95, ലീഡർഷിപ്പ് 100 കൊടുക്കുന്നുണ്ട്. സർവൈവൽ 60. നോറ ജിൻഡോയാണ് എടുക്കുന്നത്. മത്സരബുദ്ധി 90, നല്ല ബുദ്ധിയല്ല, മോശമായിട്ടുള്ള മത്സരബുദ്ധിയാണ് ബാക്കിയുള്ള ആളുകൾക്ക്. കാഴ്ചപ്പാട് 80, പ്രായത്തിൻ്റെ പക്വതയുണ്ട് എന്നൊക്കെ നോറ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. വിനോദം നല്ല എൻ്റർടൈനറാണ്. കോളേജിലെ തള്ളൊക്കെ കേട്ടപ്പോഴത്തേന് ചിരി വന്നു, 80 കൊടുക്കുന്നുണ്ട്. ലീഡർഷിപ്പ് ക്വാളിറ്റി 0. അതിജീവനം സർവൈവൽ 90. സിജോ നോറയാണ് എടുക്കുന്നത്. നോറയുടെ കാഴ്ചപ്പാടുകൾ കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ അബ്നോർമൽ ആവും. അതുകൊണ്ട് തന്നെ ഒരു 60 കൊടുക്കുന്നുള്ളൂ. മത്സരബുദ്ധി 50 കൊടുക്കുന്നുണ്ട്. വിനോദത്തിൽ നോറയ്ക്ക് നല്ല മാർക്ക് സിജോ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ നോറ തമാശകൾ അംഗീകരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് സിജോ പറയുന്നുണ്ട്. ലീഡർഷിപ്പ് 80. സർവൈവൽ നോറയ്ക്ക് ക്യാമറ അത്യാവശ്യമാണ്. നോറയ്ക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ എപ്പോഴും ക്യാമറ അത്യാവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പം സ്ട്രോങ് ആവാൻ വേണ്ടി ഒരു 80 കൊടുക്കുന്നുണ്ട്. നോറയ്ക്ക് മാത്രം ഇവിടെ തൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചിട്ട് വീണ്ടും ഒന്ന് സംസാരിക്കാനായിട്ടുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അഭിഷേക് ഋഷിയാണ് എടുക്കുന്നത്. മത്സരബുദ്ധി 50, കാഴ്ചപ്പാട് 80, വിനോദം 80, ലീഡർഷിപ്പ് 60, സർവൈവൽ 100. ഇതിനുശേഷം എവിക്ഷൻ നടപടികളിലേക്ക് കടക്കുകയാണ്. വേറെ വലിയ കാര്യമായിട്ടുള്ള സംഗതി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു വിടുന്നത്. പക്ഷേ ഒരു രസമുള്ള കുറേയധികം ആക്ടിവിറ്റികൾ ഉണ്ടായിരുന്നു. ശനിയാഴ്ച എപ്പിസോഡ് കുറച്ചും കൂടെ രസമാണല്ലോ. ഞായറാഴ്ച എപ്പിസോഡാണല്ലോ നമുക്ക് അത്യാവശ്യം ബോറടിക്കുന്നത്. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അർജുൻ വളരെ കോൺഫിഡൻ്റ് ആണ് എവിക്ഷൻ നടപടികളിൽ. ഇത്ര വരെ എത്തിയില്ലോ, അതുകൊണ്ട് തന്നെ സേവ് ആകുമെന്നുള്ള
ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ലാലേട്ടൻ അർജുനെ സേവ് ആക്കുകയാണ്. കണ്ടസ്റ്റൻസിൻ്റെ ഒരു അഭിപ്രായവും അവരുടെയൊക്കെ ഒരു ആഗ്രഹമൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. സിജോയ്ക്ക് റിസൾട്ട് പെൻഡിങ് ആവും എന്നുള്ള ഒരു ചിന്തയാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയെക്കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് റിസൾട്ട് പെൻഡിങ് ആക്കി. ജാസ്മിൻ ആണെങ്കിൽ ടോപ്പ് 5 വരണം, പിടിച്ചു നിൽക്കണം, എങ്ങനെയെങ്കിലും സേവ് ആക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട സമയത്ത് റിസൾട്ട് പെൻഡിങ് ആക്കി. ജിൻഡോ സേവ് ആവുകയാണ്. ഋഷിയുടെ റിസൾട്ട് പെൻഡിങ് ആണ്. ശ്രീതു ആൻഡ് നോറ ഇവരാണ് അവസാന ഘട്ടത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആര് സേവ് ആകും എന്നാണ് പറഞ്ഞത്? നിൽക്കാൻ സാധ്യതയുള്ളത് നോറ എന്ന് ജാസ്മിൻ പറയുന്നു. അർജുൻ ശ്രീധുവിനെയാണ് പറയുന്നത്. അർജുൻ ഏറ്റവും ഫേവറേറ്റ് ശ്രീധുവാണ്. അത് ഓപ്പൺ ആയിട്ട് തന്നെയാണ് അർജുൻ പറയുന്നത്, അല്ലാതെ ഗെയിമിനെ കുറിച്ചിട്ടൊന്നും സംസാരിച്ചില്ല. സിജോയ്ക്ക് ശ്രീധു നിൽക്കും എന്നാണ്, ഋഷിക്കും ശ്രീധു നിൽക്കുമെന്ന് തോന്നലാണ്. ജിൻഡോയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. എൻ്റെ പൊന്നോ, എന്തോവറാണ് ഈ മച്ചാൻ. ജിൻഡോയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അയ്യോ, എന്തോവറാണ്. കണപ്പാടം പഠിച്ച് വന്നേക്കാണ് ഗെയിം. അവസാനത്തെ ആഴ്ചയാണ് ക്യൂട്ട്നെസ് വാരി വിതറിയാൽ മതി, ഒന്നും ചെയ്യല്ലേ മുത്തേ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടേക്കുന്നത് കറക്റ്റായിട്ട് അവിടെ വന്ന് അവതരിപ്പിക്കുകയാണ് 2 ആഴ്ചയായിട്ട്. എനിക്കെന്തെങ്കിലും പറ്റിയാൽ കുഴപ്പമില്ല, എനിക്ക് ബാക്കിയുള്ള ആളുകൾക്ക് വേദന പറ്റുന്നത് സഹിക്കാൻ പറ്റത്തില്ല ലാലേട്ടാ, എന്നോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ അപാരമായിട്ടുള്ള നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര നാടകം. ഈ മറ്റുള്ളവരുടെ വേദന വലിയ വേദനയായിട്ട് കരുതുന്ന ജിൻഡോയാണോ കഴിഞ്ഞ ദിവസം മറ്റേ അഭിഷേകിനെയും നന്ദനെയൊക്കെ കഴിഞ്ഞ ദിവസം തിരിച്ച് ആക്രമിക്കാനായിട്ട് തുടങ്ങിയത്? വിട്ടുകൊടുത്തുകൂടായിരുന്നു? നന്ദനയുടെ കൈയൊന്നും വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. അയ്യോ, ജിൻഡോയിലെ ഒരു മനുഷ്യസ്നേഹി. ജിൻഡോയുടെ ആ ഒരു ക്യൂട്ട്നെസ്സും വിനയവും വിധേയത്വം ഒക്കെ കുറച്ച് നേരം അഭിനയിച്ച് ബലിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീതു പെൻഡിങ് ആയിട്ടുണ്ട്. നോറ എവിക്റ്റ് ആവുന്നുണ്ട്. റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ ഒഴിച്ചു തരുന്നത് പോലെ കുറച്ച് അളന്ന് ഇത്തിരി എല്ലാ ആൾക്കാർക്കും ബൈയൊക്കെ കൊടുത്ത് ഒരു തരത്തിൽ പോവുകയാണ്. ടാറ്റയൊക്കെ ഇങ്ങനെ റേഷനാണ്, അങ്ങനെ കൊടുത്ത് പോയി സ്റ്റേജിൽ കയറി. പിന്നെ ഹൗസിലുള്ള ആൾക്കാരെയൊക്കെ കാണണമെന്ന് ചോദിച്ച സമയത്ത് ലാലേട്ടന് നിർബന്ധമാണെങ്കിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ കണ്ട് ഡാറ്റയൊക്കെ കൊടുത്ത് നോറയുടെ വഴിക്ക് പോയി. ഇനി നമുക്ക് നോറയെ കാണാൻ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോറ ഇൻ്റർവ്യൂ കൊടുക്കുമായിരിക്കും അല്ലേ? ഇൻ്റർവ്യൂ കൊടുത്താലും അത്യാവശ്യം നല്ല പൈസ കിട്ടും. അഖിൽമാരൊക്കെ ഇൻ്റർവ്യൂ കൊടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു ജീവിക്കുന്നത്. എന്തൊക്കെ കണ്ടൻറ്റാണ് പുള്ളി ഉണ്ടാക്കണത്? സിബിൻ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനേക്കാളും കൂടുതൽ വരുമാനം ഇൻ്റർവ്യൂവിനകത്ത് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ ആട്ടുതുപ്പൊക്കെ കേട്ടിട്ട് ഈ ചാനലിലൊക്കെ പോയിട്ടിരുന്ന് ഈ കഥ ഉണ്ടാക്കി പറയൂ. എന്തോരം കഥകളാണ് പുള്ളിക്ക് ഈ കമൻറ്റ് ബോക്സ് വായിക്കുമ്പം സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സഹനശക്തിയുടെ ഇത്തിരിയും കൂടെ കുറച്ച് മതിയായിരുന്നു ബിഗ് ബോസിൽ നിലനിൽക്കാൻ വേണ്ടി. ഈ പുറത്ത് പച്ചയ്ക്ക് കേൾക്കുന്നതിനൊരു പരിധിയില്ല. എന്തോരം കഥയാണ് സിബിൻ അടിച്ചിറക്കി വിടുന്നത്. അയ്യോ, ഏതായാലും സായിക്ക് എന്തോ എഗ്രിമെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് പുള്ളിയുടെ ഭാഗത്തുനിന്ന് റിവ്യൂ ഒന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആളുകൾ ഇങ്ങനെ വാഴ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും കുറച്ച് കാലത്തേക്ക്. വേറെ ഏതെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അവരതിൻ്റെ പുറകെ പോകും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ ഹെയ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയുള്ള സംഗതികളൊന്നും സായി അവിടെ ചെയ്തിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.